എത്ര ആലോചിച്ച് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഈ പറയുന്നേ? ഇന്ന് രാത്രി എന്നെല്ലാം പറയുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ ആണുങ്ങളെല്ലാം ഇങ്ങനെ സ്വന്തമായിട്ട് ഓരോ തീരുമാനം എടുക്കും. നമുക്കൊരു ചോയ്സും ഉണ്ടാവില്ല. അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ നമുക്ക് അധികം സമയമില്ലാത്തോണ്ടാണ്. അല്ല, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വിട്ടേക്കാം. ഈ ഇഷ്ടമില്ലാത്ത കല്യാണം നടത്തുന്നതിനേക്കാൾ നല്ലതാണെന്നല്ല, അതാലോചിച്ചിട്ട് പറഞ്ഞാന്ന്. അതോ ഇനി എന്നെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? നിങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അബിയേട്ടനോട് ഞാനങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇത്ര പെട്ടെന്ന് വിളിച്ചോടണമെന്നൊക്കെ പറഞ്ഞാൽ മൂപ്പരോടി സമ്മതിക്കണ്ടേ? ഓൻ്റെ കാര്യമാണ്. ഓൻ സമ്മതിക്കാതിരിക്കാൻ എന്താ പ്രശ്നം? ഓൻ സമ്മതിക്കും. അല്ലെങ്കിൽ തന്നെ ഞാനുണ്ടല്ല. ഇനി അതിലും സംശയമാണെങ്കിൽ ഓനെ തന്നെ വിളിച്ചു ചോദിച്ചോ അല്ലേ? ഞാൻ വരാം. അബിയേട്ടനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വീട്ടിലെല്ലാവരും ഉറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാം. എന്റെ പൂമാലപ്പോതി, ഞാനിതൊന്ന് കാണുന്നു തുടങ്ങി. ആടൻ തലക്കച്ചിനി എന്നെ ആരും തച്ചതൊന്നുമല്ല. പിന്നെ അത് ആടെ വെച്ച് വെളിച്ചങ്ങ തലക്ക് വീണ. വെളിച്ചിങ്ങ തലയിലുണ്ട ഇങ്ങനെയല്ലേ പറ്റുമോ? ഇച്ചിരി മൂപ്പും വലിപ്പമുള്ള ഓ, വെളിച്ചങ്ങ. എന്നാ തേങ്ങ ആയിരിക്കും. തേങ്ങ തലയിലുണ്ട് ഇത്രേ പറ്റിട്ടു. എന്നെ നാട്ടുകാർ നല്ലോണം കൈവച്ചിന് പോരെ. ആഹാ, സത്യം പറയടാ, ഇന്നലെ രാത്രി നീ ആ പൂക്കള സന്ധ്യന്റെ വീട്ടിലല്ലേ പോയിനി? ഒരു ഇളയമ്മ പറയുന്ന വർത്താനം അത് നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അപ്പൊ എനിക്ക് പല ഇടപാടുകളൊക്കെ വരും. അതല്ല എനിക്ക് നിങ്ങളെടുത്ത് പറയാൻ പറ്റും. ഞാനും പറഞ്ഞിനി നീ ഓളടുത്ത് ഇടപാടിന് പോയിന്ന്. നിങ്ങൾ പോയോ? നിങ്ങൾ ആടെ പോയി ആ പയ്യന് വെള്ളം കൊടുക്കും. ആദ്യം പോത്തിനേരാ, എന്നിട്ട് ബൈക്ക് കൊടുക്ക. ഓന്റെ ഒരു വർത്താനം ഇങ്ങനെ ആർക്കല്ലോ വേണ്ടിട്ട് നടന്നിട്ടാണ് സ്വന്തം കാര്യം ഒന്നും നടക്കാണ്ടായി. എത്രയും യോഗമില്ലാത്ത ഒരു ചെക്കൻ. ടെൻഷൻ ഉണ്ടോ? ഇല്ല. അച്ഛനമ്മ സെന്റിമെന്റ്സ് അതിപ്പോ മോളുടെ ഇഷ്ടം. അങ്ങനെയുള്ള സെന്റിമെന്റ്സ് അവർക്കില്ലല്ലോ. ഇവരെല്ലാം പേടിച്ചിട്ട് ഇഷ്ടമല്ലോ ചെയ്യാണ്ടെന്ന എപ്പോഴും അതന്നെ ചെയ്യേണ്ടി വരും. നീ കൂളായിട്ടിരിക്ക. ആത്മകമനുപമിതം കാലദേശാപതിഭ്യാം നിമുക്തം മുക്തമുക്തം മനസഹസ്രേണ ഗർഭാസ്യമാനാമഷ്ടിഷ്ടം സ്പഷ്ടമാത്രേ പുനർവിപുരുഷാത്മാർത്ഥകം. നിങ്ങൾ നേരത്തെ പറഞ്ഞ ശരി തന്നെ. എൻ്റെ 20-ാം വയസ്സിൽ പുല്ലെത്താനും ചാണകം കോരാനും ആയിരുന്നു യോഗം. യോഗമില്ലാന്ന് വെച്ചിട്ട് ശ്രമിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ആടെ പോകുന്ന കാര്യം എന്തായിത്തീരും ഏതായിത്തീരും എന്ന് എനിക്കൊരു പിടുത്തമില്ല. എന്തിനിറങ്ങാനും തടസ്സം തന്നെ തടസ്സം. തോറ്റു എനിക്ക് വേറെ ആരുമില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മോനെ, നീയപ്പോ ആ പൂക്കളം സന്ധ്യന്റെ അടുത്ത് സ്ഥിരായ മോനെ? പവിത്ര പോണ്ടേ? അല്ലെന്തരട്ടാ, നിങ്ങ രണ്ടാളും ഒന്നിച്ചാ പോന്ന് ഇങ്ങനത്തെ പണിക്ക്? അപ്പൊ പവിത്ര ദേവിയോടല്ല പറഞ്ഞല്ലേ, ഇപ്പെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ? നമ്മളെ കൊണ്ട് ഇതില്ലേ പറ്റൂ. അപ്പൊ നിങ്ങനെ ഇതെല്ലാം ഓന് ഉപദേശിച്ചു കൊടുത്തിനി? ഉപദേശിച്ചു കൊടുക്കല് മാത്രല്ല, പിന്നെ എന്നിട്ട് എന്ത് ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഞാനല്ലേ. ഒരു നാണമില്ലല്ല. നാണം? എന്തിനു നാണം? ഇതെല്ലാം സർവ്വസാധാരണല്ലേ. എന്റെ പൂമാല പോതി ഈ സന്ധ്യക്ക് ഞാനിന്ന് കേൾക്കുന്നേ. നിങ്ങൾ വാതിലടച്ചിടണം, ഞാൻ വന്നോളാം. ദേവി, ഞാൻ പോട്ടെ എന്നാലേ. അതാ
കുറച്ചു നേരം വായ കൂട്ടിന്റെ ചെങ്ങായി. ശ്ശെ. പോവാം. നമ്മ ഈ ക്ലബ്ബ് മിസ് ചെയ്യൂലേ? നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലോ. അതിന് നിങ്ങൾക്ക് മാത്രമല്ല ഗെയിനില്ലൂ. ഗൈസ് ഊട്ടി ഇറങ്ങുന്നു, വണ്ടി കയറുന്നു, പോകുന്നു. ആരെന്ത് ചോദിച്ചാലും നമ്മൾ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടിങ്ങിനാണ് പോകുന്നത്. നാളെ രാവിലെ മാത്രമേ നാട്ടുകാർ കാര്യങ്ങൾ അറിയാൻ പാടുള്ളൂ. തീർച്ചയായും. ഓക്കെ. സുമലതേ. ശശിയേട്ടാ, ഞങ്ങ മൂന്നാളും ഒരു ഷൂട്ടിങ്ങിന് പോയെന്ന്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. എങ്ങനെ പോയിക്കോടാ, അതിന് എനക്കെന്നാ. Come on, ശശിയേട്ടാ, spread love. എന്റെ പൊന്നു കൂട്ടുകാരെ ഓവറാക്കരുത്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് കരക്കെത്തിച്ചോട്ടെ പ്ലീസ്. എത്തിക്കൂ ബഡി പ്ലീസ്. കേറൂ. പട്ടി പട്ടി. കാവിലെ പോതിരെ കണ്ണാന്നേ, വെളുവാവിലെ ചന്ദ്രന്റെ ചേലാന്നേ, കൂമന്റെ തൊണ്ടയിലെ കൂട്ടാന്നേ, ആ കൂറ്റു മടക്കുമ്പോ പാട്ടാന്നേ, ആടയും ഈടയും മോളാന്നേ, കണ്ണിലാരും മയങ്ങുന്ന പോലാന്നേ, നിന്നെയും മോനെയും ഒന്നുമല്ലേ, ഓള് കണ്ണിട്ട് നോക്കുന്നത് എന്നെയാന്നേ, ഓള് കണ്ണിട്ട് നോക്കുന്നത് എന്നെയാന്നേ. എന്നെ അല്ലാണ്ട് വേറെ ആരെയാന്നപ്പ. നീ ദേവിയോട് എല്ലാം പറഞ്ഞല്ലേ? എന്ത് ഇവിടെ വരുന്നതാ? ആ ഏയ്, ഇളയമ്മയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. കൊള്ളാം. അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ രാത്രിയിൽ ഒളിസേവയ്ക്ക് പോകുന്നെന്നോ അവരുടെ വിചാരം. ഉത്സവൊക്കെ പോകുന്നതാ? ആന്ന്. അയ്യേ, ഞാൻ ഇതൊന്നും അറിയാത്തവരോട് എന്തെല്ലോ പറഞ്ഞു പോയി. പവി, ഞാൻ മാറ്റി പറയടാ. വാ, നീ വണ്ടി എടുക്കേ. നിങ്ങ ആടെ ഇരിക്കും മനുഷ്യ. അല്ലത് ദേവി എന്ത് വിചാരിക്കും? ഓരോന്നും വിചാരിക്കൂല. അല്ലപ്പാ, എന്തെങ്കിലും വിചാരിക്കും. ചന്ദ്രേട്ടാ, എന്താ നിങ്ങൾ ഇത്രയും കാലം ഈ കഷ്ടപ്പാടെല്ലാം സഹിച്ച് എൻ്റെ ഒപ്പം നിന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ആന്നേരം നീ അങ്ങനെ വെച്ചേ? അല്ല, ഇത്രയും കാലം ഞാൻ ജീവിച്ചിട്ടും ഇത്രയും ഒരു നന്മയുള്ള മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ചോദിച്ചാണ്. നീ പോടാ. നിങ്ങൾക്ക് ഇളയമേനെ അത്രയ്ക്ക് ഇഷ്ടമാണ്? എടാ പവി, എടാ അല്ല അല്ല, പറഞ്ഞു, അത് കുഴപ്പമില്ല. അത് ഞാനെന്ത് പറയുന്നു. എടാ കള്ള, ഈ നാട് മുഴുവനും കാമുകന്മാരെ കൊണ്ട് നിറഞ്ഞല്ല. ഈ ലോകം മൊത്തം പവിയെ. സ്നേഹല്ലേ വലുത്. സ്നേഹം എന്നെ വലുത്. Spread love. Absolutely.